കായംകുളം ഗവൺമെന്റ് ടൗൺ യു.പി. സ്കൂളിൽ ജൈവവൈവിധ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ജൈവവൈവിധ്യ സസ്യങ്ങളുടെയും പരമ്പരാഗത ഉപകരണങ്ങളുടെയും പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ ജൈവവൈവിധ്യവും പരമ്പരാഗത അറിവുകളും എന്ന പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കായംകുളം ഗവൺമെന്റ് ടൗൺ യു.പി. സ്കൂളിൽ ജൈവവൈവിധ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കായംകുളം ഓണാട്ടുകര കാർഷിക റിസർച്ച് സെന്ററിലെ ഡയറക്ടറും ജൈവവൈവിധ്യ ബോർഡിലെ അംഗവുമായ ഡോക്ടർ മിനി വി ജൈവവൈവിധ്യ പ്രവർത്തനങ്ങളുടെയും പ്രദർശന വിപണനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ കാലിക പ്രസക്തിയുള്ള വിഷയമാണ്. ആ വിഷയത്തിൽ ഇത്രയും നല്ല ഒരു പരിപാടി ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച ഈ അധ്യാപകർ സത്യമായി യഥാർത്ഥത്തിൽ വളരെ വലിയൊരു കയ്യടി നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങൾ കൊടുക്കണം. തുടർന്ന് ജൈവവൈവിധ്യവും പരമ്പരാഗത അറിവുകളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ജൈവവൈവിധ്യ സസ്യങ്ങളുടെയും പഴയകാല കാർഷിക ഉപകരണങ്ങൾ, ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ എന്നിവയുടെ പ്രദർശനവും വിവിധ ഫാമുകളുടെ പച്ചക്കറി തൈകൾ, വിത്തുകൾ, മില്ലറ്റ്സ്, കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ തുടർന്നുള്ള ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ നിർണായക ശക്തിയാകേണ്ട നമ്മുടെ വിദ്യാർത്ഥികളാണ്. കാരണം ഈ സ്കൂളിൽ ഏത് പരിപാടി വന്നാലും നമ്മുടെ വിദ്യാർത്ഥികൾ. സ്കൂൾ SMC ചെയർമാൻ ഷുക്കൂർ വഴിച്ചേരി അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജെസി വർഗീസ് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ജൈവവൈവിധ്യ ബോർഡിന്റെ കോർഡിനേറ്റർ ശ്രുതി ആശംസകൾ അർപ്പിച്ചു. ഹരിതവ്യക്തി വനമിത്ര അക്ഷയശ്രീ അവാർഡ് ജേതാവായ രമേശൻ KG ജൈവവൈവിധ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. SMC വൈസ് ചെയർപേഴ്സൺ സുബീന, മുംതാസ്, സ്കൂൾ വൈവിധ്യ ക്ലബ്ബ് കോർഡിനേറ്റർ അരുണിമ, സ്കൂൾ ലീഡർ സന എന്നിവർ പങ്കെടുത്തു. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും സീഡ് ക്ലബിന്റെയും അംഗങ്ങൾ ഉൾപ്പെടെ സ്കൂളിലെ വിദ്യാർത്ഥികളും പ്രദർശനത്തിന് പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.